ഞങ്ങൾ ഈ കൊച്ചു കാട്ടിലേക്ക് സ്വാഗതം. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ സുഭദ്രാമേ, നിങ്ങൾ അച്ഛനെയും അമ്മേനെ ഒന്ന് കാണണം ഞമ്മക്ക്. എനിക്ക് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ പേടിയാ. നിങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് പോര്. സുഭദ്രാമേ, ഞങ്ങൾ ഈ വരവിന് ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ വിചാരിക്കണ കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. നിങ്ങൾ കാട്ടിലേക്ക് വന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ രൂപമൊന്നും ഒരിക്കലും മാറാൻ പോണില്ല. അതുപോലെ തന്നെ എന്റെ അച്ഛന് എന്നോടുള്ള ദേഷ്യവും മാറാൻ പോണില്ല. ഈ രണ്ടും ഒരിക്കലും നടക്കാൻ പോണില്ല. സുഭദ്രാമേ, നടക്കണം നടക്കാത്തൊക്കെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്ത് ശ്രമിക്കാനാ? ശാപം കിട്ടിയ രൂപ അത്. അച്ഛന് ഇപ്പോഴും എന്നോട് ദേഷ്യ. അച്ഛന് ദേഷ്യായിക്കോട്ടെ, അമ്മല്ലേ നിങ്ങളെ വീട്ടില്? ആ, അമ്മ ഉണ്ട്. അമ്മേ, എനിക്ക് അമ്മമ്മയെ കാണണം. ഞാൻ ഇതുവരെ എന്റെ അമ്മമ്മയെ കണ്ടിട്ടില്ല അമ്മേ. ദയവേത് ഇവര് പറയുന്നേ കേക്കണം. അമ്മമ്മക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ അമ്മമ്മനെ മാത്രം കണ്ടിട്ട് നമുക്ക് പോവാ. പ്ലീസ് അമ്മ സമ്മതിക്കണം. അതെന്നെ സുഭദ്രാമേ, നമുക്ക് പോയോക്കാം. ഏതായാലും ഈ കാട് വരെ വന്നല്ലേ, നിങ്ങളെ സ്വന്തക്കാരെ കാണാൻ നമുക്കൊരു പൂതിയുണ്ട്. കുൽസ, എന്താ ഉണ്ണിക്കുട്ടാ? എന്തിനാ സുഭദ്രാമന്റെ അമ്മനെ അച്ഛനും കാണാൻ പോണേ? ആർക്കറിയാ? ഉണ്ണിക്കുട്ടാ, എന്തേ കുൽസ? മുടക്കാനൊന്നും നിക്കണ്ട അവരെ പോക്ക്. അല്ലേലും ഞമ്മള് പറഞ്ഞ അവരെ പോക്കൊന്നും മുടങ്ങാൻ പോണില്ല. അതല്ല ഉണ്ണിക്കുട്ടാ, ഞമ്മക്കും കാര്യം ഉണ്ടാടെ പോയാല്. എന്ത് കാര്യം? സുഭദ്രാമന്റെ അമ്മ ചെലപ്പോ ചായയും കടിയൊക്കെ തരാ മതി. ആ, അത് പറഞ്ഞ ശരിയാട്ടോ. വിരുന്നാരെ കാണുമ്പോ എന്തായാലും തരൂ. ഹായ് ഡിങ്കിടിക്കാടിക്കാടിക്കാ. പോവല്ലേ? എന്നാ ആയിക്കോട്ടെ, വരി എല്ലാരും നടക്കി. അച്ഛന് വീട്ടിലുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ ഞാനിപ്പോ പ്രാർത്ഥിക്കണേ. അതെന്തേ? അച്ഛനെ കണ്ട നല്ല ചീത്ത അറിയും. അന്നെ അമ്മനെ കാണാൻ വേണ്ടിട്ട് രാധന്റെ കൂടെ പോയപ്പോ അച്ഛൻ എന്തൊക്കാ പറഞ്ഞെന്നറിയോ? അതൊക്കെ കൊറേ വർഷം മുമ്പ് സംഭവിച്ചല്ലേ? കുറെ വർഷം മുമ്പ് സംഭവിച്ചായാലും അച്ഛന്റെ പ്രതികാരവും അച്ഛന്റെ ദേഷ്യമൊന്നും ഒരിത്തിരി പോലും കുറഞ്ഞിട്ടുണ്ടാവില്ല, കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും നിങ്ങളെ സ്നേഹിക്കണ അമ്മ നിങ്ങക്ക് കാണണം. ആയിക്കോട്ടെ, എന്നാ എല്ലാരും വരി നടക്കി. അമ്മേ, ഓ എന്താ പറയൂ? ഇതാണല്ലേ അമ്മയുടെ സ്വന്തം വീട്? അതെ. ഇത്ര അടിപൊളി വീടുണ്ടായിട്ടാണോ നമ്മള് ആ മരത്തിന്റെ മേലെയുള്ള വീട്ടിൽ താമസിച്ച ഇത്രയും കാലം? അത് പിന്നെ അമ്മ ഈ വീട്ടിൽ കേറ്റില്ല, അതുകൊണ്ട് അമ്മ ഇവിടേക്ക് വരാഞ്ഞേ. അതിന് മാത്രം എന്ത് തെറ്റാ അമ്മ ചെയ്തത്? എന്താ അമിനാത്ത? എന്റെ അമ്മ ഒരു തെറ്റേ ചെയ്തുള്ളൂ. എന്ത്? എന്റെ അച്ഛനെ ഭ്രാന്തമായി സ്നേഹിച്ചു, അതന്നെ. അതാണ് എന്റെ അമ്മ ചെയ്ത ഏക തെറ്റ്. അച്ഛൻ നല്ല ആളല്ല അല്ലേ അമ്മ? ഈ കുട്ടി പറഞ്ഞത് ഏട്ടാ പോണേ. ഓളെ പാറു. എന്താ അമിനാത്ത? ഓള് വലിയ കുട്ടിയാവുമ്പോ അമ്മ മോക്ക് എല്ലാ കഥയും പറഞ്ഞു തരൂട്ടാ. അപ്പൊ മോക്ക് അതൊന്നും അറിയാനുള്ള പ്രായമായില്ല. എനിക്കൊക്കെ മനസ്സിലായിക്കണ അമിനാത്ത. എന്ത് മനസ്സിലായിക്കണേന്ന്? എന്റെ അച്ഛൻ നല്ല ആളൊന്നല്ല, എന്റെ അമ്മയാ പാവോ. അമ്മനെ ഗർഭിണിയാക്കിട്ട് അച്ഛൻ മുങ്ങിയതല്ലേ? ശരി, ഈ കുരിപ്പിനെല്ലാം അറിയാലോ. അല്ലേലും അമിനാജ് ഇപ്പത്തെ കുട്ടികളെ പറ്റി എത്താ വിചാരിച്ചേ? ഹലോ, ഈ പെണ്ണിന് ഇതൊക്കെ എങ്ങനെ അറിയാ? ഓളമ്മ എടുക്കെടുക്ക് പറഞ്ഞു കൊടുത്തുണ്ടാവൂ. ഭദ്രാമേ, നിങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തക്കണേ? കുറച്ചൊക്കെ അറിയാ. ശരി, ഞാൻ ഇപ്പൊ ഒരു പൊട്ടത്തിയായി ഓളെ മുന്നില്. ഹാമിനാത്ത, നിങ്ങൾ ഇപ്പഴല്ല പൊട്ടത്തിയായത്, പിന്നെ നിങ്ങൾ ജനിച്ച മുതലേ നിങ്ങൾ പൊട്ടത്തിയാ. കുരിപ്പേ ഒന്നങ്ങട് തന്നാണ്ടല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല അമിനാത്ത. മുഖം തിരിച്ചേക്കണ്ടട്ടാ. കളിയാക്കാൻ കിട്ടിയ ഒരു അവസരം ഇജ്ജൊന്ന് വെറുതെ വിടൂലേ? ഈ ഉമ്മനെ കൊണ്ട് മുണ്ടാ നിക്കി. ഭദ്രാമ, നിങ്ങൾ അമ്മനെ വിളിക്കി. ആ മോളെ വിളിക്കാം. അമ്മേ, അമ്മേ. ബെല്ലിട്ടാക്കി സുഭദ്രാമേ. ആ കുൽസോ, ബെല്ലിടാ. അയ്യോ, ഇതാരാ വന്നിരിക്കണേ? ഓ, ഇതാണ് അപ്പൊ സുഭദ്രാമയുടെ അമ്മ. അമ്മമ്മയുടെ പൊന്നേ. അമ്മമ്മ. സുഭദ്ര മോളെ, മോക്ക് സുഖല്ലേ? അതെ അമ്മ, സുഖം. അമ്മേ, അമ്മേനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ. ഇതൊക്കെ ആരാ മോളെ? അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്നവരാ. അതെയോ? അതെ. ഇവരൊക്കെ എങ്ങനെയാ മോക്ക് പരിചയം? അല്ല മോളെ, കൊറേ ദിവസമായിട്ട് മോളെ കാണാനില്ലേനല്ലോ. ഞാൻ നിങ്ങൾ ആ വീട്ടിക്കൊക്കെ വന്നു നോക്കി, അവിടെ ഒന്നും ആരും ഇല്ലേനു. അത് പിന്നെ അമ്മ, പലതും സംഭവിച്ചു. എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല സുഭദ്രാമേ, നമ്മള് കൃത്യസമയത്ത് ഇടപെട്ട് കാര്യം സോൾവ് ആക്കി. എന്താ സംഭവിച്ചേ? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളെ പാറൂട്ടിനെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടു പോയിനു. അയ്യോ, എന്നിട്ടെന്താ നമ്മളെ രക്ഷപ്പെടുത്തി. മോളെ, അമ്മമ്മയുടെ പൊന്നിനൊന്നും പറ്റില്ലല്ലോ? ഇല്ല. കുറച്ചു ദിവസമായി ഇതൊക്കെ സംഭവിച്ചിട്ട്. അന്ന് കാലിൽ നിൽക്കാതെ വരി, വീട്ടിക്ക് കയറാം. അയ്യോ വേണ്ടമ്മ. അതെന്താ മോളെ? അച്ഛനില്ല അമ്മ. അച്ഛൻ എന്നെ കണ്ട ചീത്ത പറയും, എനിക്ക് പേടിയാ. അമ്മയെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവും ഇപ്പൊ തന്നെ. അയ്യോ മോളെ, അങ്ങനെ പറയരുത്. നിനക്ക് അച്ഛനെ കാണണ്ടെങ്കിലും നിന്നെ അച്ഛനെ കാണണം. അമ്മ ഇതെന്താ പറയുന്നേ? അച്ഛൻ എന്നെ കാണുന്നോ? അച്ഛൻ എന്നെ കണ്ട കാർക്കിച്ച് തുപ്പും, എനിക്ക് പേടിയാമ്മ. മോളെ, മോൾക്കറിയാത്ത പല കാര്യങ്ങളും അമ്മയ്ക്ക് മോളോട് പറയാനുണ്ട്. എന്താ അമ്മ? മക്കൾ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറൂ. അച്ഛനെ കാണിച്ചു തരാം അമ്മ. വരൂ, അകത്തേക്ക് കയറൂ.
എന്താ അമ്മ അച്ഛന് സംഭവിച്ചേ? ചേട്ടാ ഒന്ന് കണ്ണു തുറക്ക്. ദേ സുഭദ്ര വന്നിരിക്കണു. മോളൊന്ന് അച്ഛനെ വിളിച്ചു നോക്ക്. അയ്യോ അമ്മ, അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കോ? ഇല്ല മോളെ, അച്ഛനെ മോളൊന്ന് വിളിക്ക്. അച്ഛാ, അച്ഛാ. സുഭദ്ര മോളെ, നീയോ? അയ്യോ, അച്ഛനെന്താ പറ്റിയേ? അച്ഛനെന്താ അമ്മ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ദേഷ്യമൊക്കെ മാറിയോ? മോളെ, എന്താ അമ്മ? ഇനി മോളുടെ അച്ഛൻ ഈ കട്ടിലിൽ നിന്ന് എണീക്കില്ല. അയ്യോ, അമ്മ എന്തായി പറയുന്നേ? അതേ മോളെ, അച്ഛന്റെ അരയുടെ താഴെ കുഴഞ്ഞു പോയിരിക്കുക. ഈ കിടപ്പിൽ നിന്നും ഇനി ഒരിക്കലും അച്ഛൻ എഴുന്നേൽക്കാൻ സാധിക്കില്ല. അമ്മേ. അതേ മോളെ. സുഭദ്ര മോളെ. അച്ഛാ, ഒരച്ഛനും മകളോട് ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ ചെയ്തത്. അതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയായത്. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. സുഭദ്ര, അച്ഛനല്ല മോളാണ് എനിക്ക് മാപ്പ് തരേണ്ടത്. മോളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചു. മോളുടെ രൂപം ഞാൻ കാട്ടുമൂപ്പത്തിയോട് പറഞ്ഞു മാറ്റിച്ചു. അങ്ങനെയൊന്നും ഒരിക്കലും ഒരച്ഛൻ മകളോട് ചെയ്യാൻ പാടില്ല. മോളെ കാട്ടുമൂപ്പത്തി ശപിച്ചപ്പോ എന്നെ ദൈവം ശപിച്ചെന്ന് തോന്നുന്നു. മോൾക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കണേ. ചെവിയിൽ വന്ന് മൂളണിജി. പിന്നെ ഇയാൾക്കിപ്പോ സുഭദ്രാമനോട് ഒരു ദേഷ്യമില്ല. അയാള് സുഭദ്രാമക്ക് മാപ്പ് കൊടുത്തു. അതുകൊണ്ട് ഇയാൾക്ക് കാട്ടുമൂപ്പത്തിനോട് പറഞ്ഞൂടെ? എന്തേ? സുഭദ്രാമയെ പണ്ടത്തെ പോലെ തന്നെ ആക്കാന്. കാട്ടുമൂപ്പത്തിനോട് ഇയാള് പറഞ്ഞിട്ടല്ലേനോ സുഭദ്രാമേനെ ഈ കൊലത്തിലാക്കിയത്? ഇയാള് പറഞ്ഞാല് സുഭദ്രാമേനെ കാട്ടുമൂപ്പത്തി വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കും. ആ അമിന, ഇത് പറഞ്ഞ ശരിയാ. നമ്മക്ക് ഇയാളോടൊന്ന് സംസാരിച്ചോക്കാം. ആയിക്കോട്ടെ.